സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ. പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമേ, സർഗ പ്രതിഭാസമേ, പ്രണമിക്കുന്നു ഞങ്ങൾ. പ്രകാശമരുളേണമേ, എന്നും പ്രസാദമരുളേണമേ. അക്ഷരദീപം കൊളുത്തി അത്ഭുത ലോകം വിടർത്തി. അക്ഷരദീപം കൊളുത്തി അത്ഭുത ലോകം വിടർത്തി. വിശ്വം മുഴുവൻ വീടായി മാറ്റും, വിശ്വം മുഴുവൻ വീടായി മാറ്റും വിജ്ഞാനനിധി തേടുന്നു ഞങ്ങൾ, വിജ്ഞാനനിധി തേടുന്നു. താങ്ക് യു. Good morning, everyone. I am Mariamma. You are all welcome to our today's online class. I am so happy to see you together here. I hope the class will be more interesting. I hope you will enjoy the class. I would like to invite teacher to conduct today's class. I also invite Tessie for today's thought. Thank you all. Good morning, ma'am, and good morning, everyone. My name is Tessie. Thought of the day. The secret of your success is determined by your hard work and strong focus on your goal. Best of luck. Thank you. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Yes, പറയൂ. പറഞ്ഞോ. Good morning. ഞാൻ പറയട്ടെ, ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങും കുട്ടികൾ ഒരു പ്രായമാകുമ്പോൾ. ചെറുതായിരിക്കുമ്പോൾ അവർക്ക് ഈവൻ അവരുടെ ഹെഡ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ തന്നെ സപ്പോർട്ട് വേണം. പക്ഷെ അങ്ങനെ ഒരു എല്ലാത്തിനും സപ്പോർട്ട് വേണം അല്ലെ? ഭക്ഷണം കഴിക്കാൻ, ഉറങ്ങാൻ, ഡ്രസ്സ് ചെയ്യിക്കാൻ. അവർക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല ആ ജനിച്ച് കുറെ നാള്. പിന്നെ പതുക്കെ അവരുടെ ലാർജ് മസിൽസിന്റെ മൂവ്മെന്റ് തുടങ്ങും. പിന്നെ അത് കഴിയുമ്പോഴേക്കും ഒരു വയസ്സൊക്കെ ആവാറാകുമ്പോഴേക്കും പിന്നെ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആണ്. എല്ലാം ഞാൻ ചെയ്തോളാം, ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഞാൻ ചെയ്തോളാം. ദേ വിൽ ഫൈറ്റ് ഫോർ ഡു എവറിത്തിങ് അല്ലേ? ഭയങ്കരമായിട്ട് വാശി പിടിക്കും. ഞാൻ തന്നെ ചെയ്തോളാം. യെസ്, ഷീ ആൻഡ് ഹി ഹാസ് ദ റൈറ്റ് ടു ഡു. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ നിന്ന് എന്തായിരുന്നു? റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് എന്തോ പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്തിരുന്നോ? റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിരുന്നോ? ഇല്ല, റെക്കോർഡിന്റെ 8 വരെ പറഞ്ഞു. ഇനി 9 തൊട്ടാണ് പറയുന്നത്. 4ാമത്തെ റെക്കോർഡ്. ഫോർത്ത് റെക്കോർഡിന്റെ. ഓക്കെ ഫ്രണ്ട്സ്, സോ വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പോർഷനിലേക്ക് കിടക്കാം. ലാസ്റ്റ് മൊമെന്റിൽ ചിലപ്പോൾ പറ്റിയെന്നുള്ളത് മാത്രമല്ല, വി ഹാവ് ടു ഗീവ് 20 minutes ഓഫ് ബ്രീഫിംഗ് ഫോർ അവർ മണിപ്പൂരി ബാച്ച്. ഓക്കെ, ഓക്കെ. പിന്നെ ഒന്നും നിങ്ങൾ പെയിന്റിങ്ങിൽ വെക്കില്ലേ, ലാസ്റ്റ് മൊമെന്റ് ചെയ്യാന്ന്. കാരണം ഒരു 4th 5th ബാച്ച് വരെ ഓൾമോസ്റ്റ് 6 ഓൾസോ ലാസ്റ്റ് ആണ്
വൈവ, അതായത് തിയറി എക്സാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞിട്ടായിരുന്നു വൈവ ചെയ്തത്. നമ്മളിപ്പോ ഒരു പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പാർട്ട് 3 ഇൻ ബിറ്റ്വീൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് മോണ്ടിസോറി മെത്തേഡ് നമ്മുടെ കോർ ടോപ്പിക് പാർട്ട് 3 വരുന്നത്. മോണ്ടിസോറി മെത്തേഡ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ സെഷൻസും ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു മിഡിലൊക്കെ ആകുമ്പോൾ മിക്കവാറും എല്ലാവരും ടീച്ചിങ് പ്രാക്ടീസിനായിട്ട് പോകും. അപ്പൊ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞിട്ട് പോകുന്നതും അറിയാത്ത പോകുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അറിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്കത് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും, നല്ല റിസൾട്ട് ആയിരിക്കും. അറിയാതെ പോകുമ്പോഴേക്കും പലപ്പോഴും ഫസ്റ്റ് ബാച്ചുകാർ തന്നൊരു ഫീഡ്ബാക്ക് ആയിരുന്നു, അത് ആദ്യം എടുക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയേനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ, അതായത് 6 മന്ത് ഒക്കെ കോഴ്സ് തുടങ്ങി ഒരു 6 മന്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷനും മോണ്ടിസോറി മെത്തേഡും സ്റ്റാർട്ട് ചെയ്യും. അതിനൂടെ കോർ പാർട്ട് അപ്പൊ തന്നെ നമ്മുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ വൈവ നമുക്ക് അപ്പൊ തന്നെ ചെയ്യാം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി പാർട്ട് എല്ലാം കഴിഞ്ഞ എക്സാം കഴിയുമ്പോൾ തന്നെ മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഡിലേ ഉണ്ടാവില്ല. അപ്പൊ കോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത ഹയർ ആയിട്ട് പഠിക്കണോ അതിന് പോകാം. അതുപോലെ തന്നെ എവിടെയെങ്കിലും ജോബ് അങ്ങനെ പോകണോ അങ്ങനെ പോകാം. സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാം. ടേക്ക് കെയർ, അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. നമുക്ക് ഡിലേ വരില്ല. ലാസ്റ്റ് മൊമെന്റ് വൈവ ആകുമ്പോൾ കുറെ പേര് ജോയിൻ ആവാൻ പഠിക്കുന്നു. ഇൻ ബിറ്റ്വീൻ ആകുമ്പോൾ അത് ഇതിനൊപ്പം പാരലായി തന്നെ നടക്കും. ഓക്കെ, അതുകൊണ്ട് വർക്കുകളൊന്നും പെൻഡിങ് വെക്കരുത്. ഞാൻ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുള്ളത് ഞാനും വേഗം തന്നെ ഷെയർ ചെയ്യാം. ഫ്രം മൈ സൈഡ് I will try my best and please do from your side also. ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ വീട്ടിലെ കുട്ടികളും എല്ലാവരുമായിട്ട് ഇരുന്ന് ചെയ്യും. അപ്പൊ അവരും അങ്ങ് ഇൻവോൾവ് ആവും. ആ ഒരു ഡിജിറ്റൽ വേൾഡിന്റെ ഇൻഫ്ലുവൻസ് എല്ലാവർക്കും മാറും. കുട്ടികൾ മാത്രമല്ല, ഡിജിറ്റൽ വേൾഡിന്റെ ഇൻഫ്ലുവൻസിൽ പാരന്റ്സും ഡിജിറ്റൽ വേൾഡിന്റെ ഇൻഫ്ലുവൻസിൽ തന്നെയാണ്. പിന്നെ നമ്മളൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഗൂഗിളിനെയും എഐനെയും മാത്രം നോക്കി കോപ്പി പേസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ നല്ലപോലെ വർക്ക്ഔട്ട് ആവേണ്ട സമയമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് കുട്ടികളുടെ ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യൽ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. അത് റെഫർ ചെയ്തോളൂ, നോ പ്രോബ്ലം. അപ്പൊ അത് റെഫർ ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയും കൂടെ ചേർത്തിട്ട് ചെയ്യാം. നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, നമ്മളുടെ ഒരു ടച്ച് അതിനകത്ത് വരണം എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്ന എല്ലാ ഇതിലും നിങ്ങളുടെ ഒരു ടച്ച് ഉറപ്പാക്കുക. ഓക്കെ. സോ നമ്മൾ പറഞ്ഞു വന്നത് എവിടെ വരെ പറഞ്ഞു? 8 എന്ന് പറയുമ്പോൾ ഏതായിരുന്നു പറഞ്ഞത്? ആണ് ഇനി പറയേണ്ടത്. എനി സജഷൻ? We all are ready to hear and we will welcome you. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഇതില്ലേ ഇതിങ്ങനെ ചെയ്താൽ മതിയോ? രണ്ടും ഒന്നില് ചെയ്താൽ മതിയോ? കുഴപ്പമില്ല. പിന്നെ എന്താ വെച്ചാലേ നമുക്ക് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ആ ഒരു പവർ അവർക്ക് ചിലപ്പോൾ ഉണ്ടാവും. ക്യാപിറ്റൽ സ്മോൾ എന്നുള്ള ആ ഒരു അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും അത് അവർക്ക് കിട്ടും. അല്ലെങ്കിൽ അവർ കൺഫ്യൂസ്ഡ്. കാരണം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മളെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് പഠിപ്പിച്ചിട്ട് പിന്നെയല്ലേ സ്മോൾ ലെറ്റേഴ്സിലേക്ക് കൊണ്ടുപോകുന്നേ. അപ്പൊ അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കണം. അറിയായിരിക്കും, മിക്ക കുട്ടികൾക്കൊക്കെ അറിയായിരിക്കണം. കാരണം വീട്ടിലിരിക്കുമ്പോ തന്നെ ഇതുപോലുള്ള ബുക്സ് എല്ലാം പാരന്റ്സ് വാങ്ങിച്ചു കൊടുത്ത് അവരതൊക്കെ നോക്കി കളർ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ട്രേസ് ചെയ്യാനുണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ട് കുഴപ്പമുണ്ടാകില്ലായിരിക്കും. നോ പ്രോബ്ലം. മാം, ഈ സാൻഡ് പേപ്പർ വർക്ക് എപ്പോഴത്തേക്കാ അത് വേണ്ടത്? പറഞ്ഞില്ലേ, ഏകദേശം നമ്മുടെ ഒരു 7 months ഒക്കെ ആവുമ്പോഴേക്കും നമ്മളുടെ വൈവ തുടങ്ങില്ലേ, ആ സമയത്ത് ഈ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ. പിന്നെ മാക്സിമം വി ഓൾ ആർ ടീച്ചേഴ്സ് മാത്രമല്ല, ഫ്രം അവർ ടെക്നിക്കൽ സൈഡ്, അവർ അഡ്മിനിസ്ട്രേഷൻ, അക്കാദമിക് സൈഡ്, മാനേജ്മെന്റ് എല്ലാവരും ട്രൈ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടുള്ളതിന്റെ എല്ലാ ലിമിറ്റേഷൻസും ഓവർകം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് മാക്സിമം ഔട്ട്കം കിട്ടുന്ന രീതിയിലുള്ള റിസോഴ്സ് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ഓൺലൈൻ ആയിട്ട് പറ്റൂ, ഇത് പ്രാക്ടിക്കൽ അല്ലേ കൂടുതൽ. അപ്പൊ നമ്മളുടെ ബാച്ചില് വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇന്റർവ്യൂവിന് പ്രസന്റ് ചെയ്ത കുട്ടികളെ കണ്ടിട്ട് അവർ തിരിച്ചും ചോദിച്ചിരുന്നു,
ഓൺലൈനിൽ ഇങ്ങനെ ഇപ്പൊ പറ്റുമോന്ന്. അതുകൊണ്ട് വർക്ക് തരുന്നത് ഒരിക്കലും നിങ്ങളെ സ്ട്രഗിൾ ചെയ്യാനല്ല, ആ ഒരു ലിമിറ്റേഷൻസ് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ PDF മാത്രം പറഞ്ഞു പോയി ഒരു പരീക്ഷ എടുത്ത് സർട്ടിഫിക്കറ്റ് തരാമായിരുന്നു. ബട്ട് വി ആർ നോട്ട് റെഡി ടു ഡു ദാറ്റ് ടൈപ്പ് ഓഫ് തിങ്സ്. അതൊരു ഫ്രോഡ് പരിപാടിയായി പോകില്ലേ. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ആ ലിമിറ്റേഷൻസ്. മാം, ഞാൻ ജസ്റ്റ് പിക്ചർ വെച്ചിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. A for ആപ്പിൾ. കൊള്ളാം. അതില് അതിന്റെ വേർഡ് എഴുതിയിട്ടുണ്ടോ? എനിക്ക് കാണുന്നില്ല. ഡോഗ് ഒന്നുണ്ടോ? ഇല്ല. ഇല്ല മാം, വേർഡ് എഴുതിയിട്ടില്ല, പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ. കാറ്റ് എല്ലാം ചെയ്തോ? ഫസ്റ്റ് വരെ ഉണ്ടോ? എല്ലാം ചെയ്തിട്ടുണ്ട് മാം. ഗ്രേപ്സ്, ജഗ്, ഐസ്ക്രീം, അങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മാം. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നത് ക്ലാസ്സിലൊന്ന് കാണിക്കുവാണെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു റെഫറൻസ് ആയിരിക്കും. മാം, ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ഷെയർ ചെയ്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. യെസ്, ദാറ്റ് ഈസ് ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രൂട്ട്സ് ആണ്. അതായത് റെസിപ്രോക്കൽ ഹെൽപ്പ്. ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നു, ആ ഹെൽപ്പ് മനസ്സിലുണ്ടാകും എപ്പോഴെങ്കിലും തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവർ. യെസ്, ഞാൻ ഇങ്ങനെ എനിക്ക് ഇത് വെട്ടാൻ ഇത്ര ബുദ്ധിമുട്ടായിരുന്നേ. അപ്പൊ ഞാൻ എനിക്ക് കൈക്ക് ഇത്ര നീർക്കെട്ടുണ്ടേ. അപ്പൊ സ്ട്രഗിൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോക്ക് വെച്ച് വരച്ചു. അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവോ? ചോക്ക് വെച്ച് വരച്ചു. അതിന് നമ്മളിങ്ങനെ ഫിംഗേഴ്സ് ട്രേസ് ചെയ്യുമ്പോ ചോക്ക് പൊടി ആവുമോ? ഇല്ല, അത് ഞാൻ കുഴപ്പമില്ല. വേണമെങ്കിൽ അത് മാറ്റിക്കളയാം, തുടച്ചു കളയാം. എനിക്ക് അധികം കൈക്ക് സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല മാം. കൈക്ക് നീർക്കെട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്യാൻസർ സർവൈവർ ആണ്. അപ്പൊ എന്റെ കഷത്തിലെ ലിംഫെഡിമ കളഞ്ഞിട്ടുണ്ട്, ഒരു ബ്രസ്റ്റും കളഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൈക്ക് ആ എഡിമ വരും. കഷത്തിൽ അത് കളഞ്ഞത് കൊണ്ട് കൈക്ക് ലിംഫെഡിമ വരും. അപ്പൊ എനിക്ക് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എല്ലാം ചെയ്തു, പക്ഷെ സ്മോൾ ലെറ്റർ എനിക്ക് എല്ലാം സ്ട്രെയിൻ ചെയ്യരുതെന്നാ പറഞ്ഞേക്കണം. അപ്പൊ നീരുണ്ട് കൈക്ക് നല്ല. വീട്ടില് ഇപ്പൊ തൽക്കാലം ഹസ്ബൻഡ് പുറത്താണ്, ഖത്തറിലാണ്. ഇപ്പൊ മോനാണെങ്കിലും പോവാണ്. പിന്നെ വേറെ ആരും ഇല്ല. ഞാനൊരു ഇളയ വയസ്സ് പ്രായമായ അമ്മച്ചി മാത്രമേ ഉള്ളൂ. മോനിപ്പോ അടുത്ത് തന്നെ മോനും ദുബായിക്ക് പോവാ. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം. പക്ഷെ അധികം ഞാനപ്പം മാം പറഞ്ഞല്ലോ സ്മോൾ ലെറ്റർ ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് സ്മോൾ ലെറ്റർ നമുക്ക് ഇത്തിരി പാടായിരിക്കും. കർവ് മീൻസ് ശ്രുതി ചെയ്തപ്പോ ശ്രുതിയോട് ചോദിച്ചാൽ അറിയാം, അത് ഇത്തിരി കട്ട് ചെയ്യാൻ വിഷമായിരിക്കും അല്ലേ ശ്രുതി? കമ്പാരിറ്റീവ്ലി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മറ്റേത് സ്ട്രെയിറ്റ് ലൈൻസ് വരുന്നത് നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ പറ്റുന്നത് ചെയ്യൂ, കൂടുതൽ സ്ട്രെയിൻ എടുക്കണ്ട. ഓക്കെ, ഫൈൻ. ആൻഡ് ഡു കീപ് ഇൻ ടച്ച്. ആൻഡ് ക്ലാസ്സിൽ എപ്പോഴും ഇരിക്കും. ദാറ്റ് വിൽ മേക്ക് യു മോർ പോസിറ്റീവ്. ഐ തിങ്ക് യു ആർ വെരി പോസിറ്റീവ്. യുവർ ഫേസ് ഓഫ് ഗ്ലോയിങ്. താങ്ക് യു മാം. താങ്ക് യു മാം. One second. കുട്ടികൾക്കെല്ലാം അവധിയാണല്ലോ, മഴ അവധി, പക്ഷെ നല്ല വെയില്. അതങ്ങനെയാണ് മാം. ഒരു ദിവസം അവധി പറഞ്ഞ മഴ ഉണ്ടാവില്ല. ഇന്നലത്തെ മഴ കണ്ടപ്പോ പേടിച്ചു പോയാൽ. പറൂര് പെട്ടെന്ന്, ഞാൻ പറൂരാണ്, നമ്മുടെ ഇവിടെ പെട്ടെന്ന് വെള്ളമൊക്കെ ഇങ്ങനെ പൊങ്ങുന്ന സ്ഥലം. ഞാനും പറൂര് തന്നെയാണ് മാം. കൂട്ടുകാട് എന്ന് പറയും. അല്ലേ? കൂട്ടുകാട്. സോ നെക്സ്റ്റ് വൺ നമ്മൾ റിവേഴ്സ് കളറിംഗ് ആണ് പറഞ്ഞത്. ഇത് ശരിക്കും കുട്ടികളുടെ ഇമാജിനേഷൻ, അറ്റൻഷൻ പവർ ഇത് കൂട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോ നമ്മള് പിക്ചറിന്റെ ചില പാർട്സ് മാത്രം കളർ ചെയ്യാതെ ലീവ് ചെയ്യും. അത് വൈറ്റ് പാർട്ടായിട്ട് തന്നെ വെക്കും. അവിടെ കുട്ടികളുടെ ഇമാജിനേഷൻ അനുസരിച്ച് കളർ ചെയ്യാം. ഞാനിപ്പോ സെലക്ട് ചെയ്തത് ഒരു ബട്ടർഫ്ലൈ ആണ്. നിങ്ങൾക്ക് ഏത് പിക്ചറും സെലക്ട് ചെയ്യാം. നമുക്ക് ഇതുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സിമെട്രിക്കൽ ആയിട്ട് വരുന്ന പിക്ചേഴ്സ് സെലക്ട് ചെയ്യുവാണെങ്കിൽ കുട്ടികളുടെ ഒബ്സർവേഷൻ പവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവര് നേച്ചറിലേക്ക് നോക്കുമ്പോൾ ബട്ടർഫ്ലൈയെ കാണുമ്പോൾ അവൾ രണ്ട് വിങ്സും നല്ല കളർഫുൾ ആയിട്ട് ഒരുപോലെ കാണുന്നു. ആ ഒരു ഓർമ്മ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചായിരിക്കും കളർ ചെയ്യുന്നത്. അവരെങ്ങനെ കളർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്കപ്പോൾ ലെഫ്റ്റും റൈറ്റും ഒരുപോലെ ആയിരുന്നുള്ള ആ ഒരു ഇത് കൺസെപ്റ്റ് അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവർ അതുപോലെ കളർ ചെയ്യും. ഇപ്പോൾ ആരോ ലോട്ടസിന്റെ കാര്യമാണ്, ലോട്ടസും അതുപോലെ ലോട്ടസ് പിന്നെ ഒരു സിംഗിൾ കളറാണ് വരുന്നത്.
പിന്നെ ബട്ടർഫ്ലൈ ആകുമ്പോൾ നമുക്ക് കളർഫുൾ ആക്കാം കുറെ കൂടെ. അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഏതെങ്കിലും ടൈപ്പ് പിക്ചേഴ്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗം നമ്മൾ ഷെയ്ഡിങ് പെൻസിൽ ആണെങ്കിൽ നന്നായിരിക്കും, ഷെയ്ഡിങ് പെൻസിൽ വെച്ചിട്ട് അത് കവർ ചെയ്യുക. അതിനുശേഷം ബാക്കി പോർഷൻസ് വൈറ്റ് ആയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ വിടുക. അപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് ഇട്ടിട്ടുണ്ട്, അതിൽ കൂടുതൽ വേണമെങ്കിൽ വൈറ്റ് പാർട്ടാക്കി വിടാട്ടോ. എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്ന റെക്കോർഡ് ഒന്നും വേറൊരാൾക്ക് കൊടുക്കാനുള്ളതല്ല, അത് നമ്മളുടെ ഒരു എൻസൈക്ലോപീഡിയ, ഒരു റെഫറൻസ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു സ്കൂൾ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം എന്ത് ആക്ടിവിറ്റി അവർക്ക് കൊടുക്കാം എന്ന് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു റെഫറൻസ് ആണ് നമ്മുടെ റെക്കോർഡുകളെല്ലാം. അതുകൊണ്ട് ദിസ് ഇസ് ഫോർ അസ്, നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാകും. പിന്നെ ഈ തന്നിരിക്കുന്നതല്ലാതെ കൂടുതൽ ഐഡിയാസ് ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാം, റെക്കോർഡിൽ സ്പേസ് ഉണ്ടെങ്കിൽ. പിന്നെ നമ്മളുടെ ഈ റെക്കോർഡിന്റെ രണ്ട് സൈഡും പ്ലെയിൻ ആണല്ലേ, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് യൂസ് ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ എപ്പോഴും പ്ലെയിൻ ആയിട്ട് കിടക്കും. ലെഫ്റ്റ് സൈഡും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ പേജസ് ബാക്കി ഉണ്ടാവും. നമുക്ക് കൂടുതൽ ഐഡിയാസ് വരുന്നത് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ആക്ടിവിറ്റി ബുക്ക് ആണല്ലോ, ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കൊന്നും എഴുതാനില്ല, അപ്പൊ പിന്നെ റൈറ്റ് സൈഡിൽ എഴുതി ലെഫ്റ്റ് സൈഡിൽ പിക്ചർ വേസ്റ്റ് ചെയ്യാന്നുള്ള സംഭവത്തെ പറ്റി ചിന്തിക്കേണ്ട. അപ്പൊ നമുക്ക് വി ക്യാൻ യൂസ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിൽ ഇത് ചെയ്യാം. ഇനി ഒരെണ്ണത്തിന് തന്നെ 2 പിക്ചർ എഴുതണോ, അത് ചെയ്യാം, അങ്ങനെ ആയാലും കുഴപ്പമില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ പേപ്പറുകളിൽ ഇതുപോലെ പിക്ചേഴ്സ് വരച്ച് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റ് തന്നെ. ചില സ്കൂളുകൾ മെറ്റീരിയൽസിനുള്ള എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുമായിരിക്കും, അപ്പൊ പിന്നെ പ്രശ്നമില്ല. എന്നാലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും വരയ്ക്കാൻ പറ്റില്ലെങ്കിലും ഒട്ടിച്ചാ പോരെ, ഒട്ടിച്ചാൽ മതി. മാം, ഒന്നാമത്തെ റെക്കോർഡിന്റെ വിവരങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ ഇനി അതിലെ റെക്കോർഡിൽ ഇനി എഴുതാനുള്ളതുണ്ടോ? ഇല്ല, ഞാൻ ജസ്റ്റ് കുറച്ച് തീംസ് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യണോ? കാരണം ഞാൻ അതിനകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളുടെ നാഷണൽ ഫെസ്റ്റിവൽസ് പല സ്റ്റേറ്റിലും പല ഫെസ്റ്റിവൽസ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ പലരുടെയും ഈ ഡ്രസ്സ്, പല കൾച്ചർ ഉണ്ടല്ലോ, ആ ഡ്രസ്സിങ് കൾച്ചർ ഡിഫറെന്റ്, അത് ആഡ് ചെയ്യാം. പിന്നെന്താ മൺസൂൺ സീസൺസ്, എന്തെല്ലാം രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടോ അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഫ്രൂട്ട്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അങ്ങനെ പിന്നെ വേണമെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഐറ്റംസ്, വെജ് നോൺ വെജ് പല രീതിയിലുണ്ടല്ലോ. നമുക്ക് പിന്നെ ഫുഡ് ഒരു ഡിവിഷൻ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, പ്രൊട്ടക്റ്റീവ് ഫുഡ്, എനർജി ഗിവിംഗ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്, അങ്ങനെ രീതിയിൽ അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാം കൂടുതലായിട്ട്. പിന്നെ ഞാൻ അതിനകത്ത് വെഹിക്കിൾസ്, അത് ഞാൻ എല്ലാം കൂടെ കോമൺ ആയിട്ടാണ് എഴുതിയത്. അപ്പൊ കുട്ടികൾ ഇങ്ങോട്ട് ചോദിച്ചു സെപ്പറേറ്റ് ആക്കി എഴുതട്ടെ, ബൈ റോഡ് പോകുന്നത് വേറെ, വാട്ടർ അങ്ങനെ എയർ അങ്ങനെ വേറെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. യെസ്, യു ക്യാൻ ഡു. അങ്ങനെ രീതിയിലൊക്കെ മാറ്റം വരുത്താം. പേജസ് എന്തായാലും ഉണ്ടാവുമായിരിക്കും. കാരണം ഫസ്റ്റ് റെക്കോർഡ് നമുക്ക് ഫസ്റ്റ് 2-3 ആക്ടിവിറ്റീസ് മാത്രമാണ് റൈറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിയുമ്പോൾ യു ക്യാൻ യൂസ് ബോത്ത് സൈഡ്സ്, ലെഫ്റ്റും റൈറ്റും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോകട്ടെ. ഈസി മെത്തേഡ് ടു ലേൺ ടു ഡ്രോ പിക്ചേഴ്സ്. എളുപ്പ വഴിയിൽ പടം വരയ്ക്കുന്നതുണ്ടല്ലോ. ഞാനൊരു ടെഡി ബെയർ പോലുള്ളതാണ് ചെയ്തത്. ആദ്യം ഒരു സർക്കിൾ വരച്ചു, പിന്നെ ചെവി, കണ്ണ്, മൂക്ക്, വായ, അങ്ങനെ പിന്നെ കൈയൊക്കെ വരച്ചു. അങ്ങനെ എനിക്ക് കംപ്ലീറ്റ് ആക്കി. നമുക്ക് ഏത് പിക്ചർ വേണമെങ്കിലും ഉപയോഗിക്കാം, അതിനനുസരിച്ച് ചെയ്യാം. മൂന്നോ 5ഓ 4ഓ, മിക്കവാറും 5, 4, 6 സ്റ്റെപ്പിലൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ. പണ്ട് ഗാന്ധിജിയെ വരയ്ക്കില്ലായിരുന്നു അങ്ങനെ എല്ലാവരും, വളരെ ഈസി ആയിട്ട്. അപ്പൊ അതുപോലെ അങ്ങനെ എന്തെങ്കിലും കുട്ടികളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് അതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2 ബോക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഒരു ബോക്സ് ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പിക്ചറാണ് സെലക്ട് ചെയ്തത്. ഇപ്പുറത്തെ സൈഡിൽ അത് സെയിം പിക്ചർ തന്നെ നോക്കിയിട്ട് വരയ്ക്കും. ഇതൊക്കെ കുട്ടികളുടെ ഒരു ഒബ്സർവേഷൻ, അവരുടെ ആ ഒരു എത്രത്തോളം അവർ ക്രിയേറ്റീവായി കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി കുട്ടികൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ഇവർ ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ ചെയ്യുന്നതിൽ നമുക്ക് മനസ്സിലാകും അവര് വളരെ ഡിസ്റ്റർബ്ഡ് ആണ്,
അവരുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. മാം നമ്മള് പിക്ചർ ഒട്ടിക്കുമ്പോ അതില് മാർജിൻ വരയ്ക്കണോ? ഞാൻ വരച്ചിട്ട് ചെയ്യാൻ നന്നായിരിക്കും. പിന്നെ അല്ല, റെക്കോർഡിലൊരു മാർജിൻ ഉണ്ട് ഓൾറെഡി. റെക്കോർഡില് ബോർഡർ ഉണ്ടല്ലോ മാം. ബോർഡർ പോലെ ഉണ്ട്, കാണാൻ ഉണ്ടല്ലേ? ഓക്കെ 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 മാം. ഓക്കെ. ഏതെങ്കിലും ഒരു പിക്ചർ കൊടുത്തിട്ട് അവരോട് ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്യാൻ പറയും. അപ്പൊ എനിക്കങ്ങനെ പിക്ചർ വരയ്ക്കാനൊന്നും അറിയില്ലായിരുന്നു. ഈ കുട്ടികളുടെ കളറിംഗ് ബുക്കിൽ വലിയ വലിയ പിക്ചേഴ്സ് ആയിരിക്കുമല്ലോ വരുന്നത്. അങ്ങനെ മിക്കി മൗസിനെ ഞാൻ ട്രേസ് ചെയ്തതായിരുന്നു കളർ ചെയ്യുക. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും അതൊരു രസമുണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളത് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവും ചെറിയ പ്രായത്തിൽ. അപ്പൊ കുറെ ഭാഗങ്ങൾ പോർഷൻസ് ഉണ്ട്. അങ്ങനെ വലിയ പാർട്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ചെവിയൊക്കെ നല്ല വലുതായിട്ടാണല്ലോ ഇപ്പൊ മിക്കി മൗസിന്റെ ഇരിക്കുന്നത്. കയ്യും കാലിലിട്ടിരിക്കുന്ന ഷൂ ഒക്കെ വലുതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിനനുസരിച്ച് അത് കളർ കൊടുക്കുക. ഏതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കളർ കൊടുക്കുക. അത് നമുക്ക് ആദ്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഈ കളർ കൊടുക്കുന്നത്. പിന്നെ ചെറിയ കുട്ടികളെ കളർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം കാണാം, മിക്കവാറും അവർ കളർ ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകും. അവരുടെ കൈയുടെ മൂവ്മെന്റ്സിന്റെ ഒരു ഇതാണ്. പ്രാക്ടീസ് ചെയ്താണ് അവർ ആ കറക്റ്റ് ആ ഇൻസൈഡ് ചെയ്യുന്നത്. അതിന് പറ്റിയ ഒരു മെത്തേഡാണ് കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ റിവേഴ്സ് കളറിംഗ് ഇല്ലേ, വൈറ്റ് പാർട്ടിൽ മാത്രം കളർ ചെയ്യാന്ന് പറയുമ്പോൾ അവർ ഭയങ്കര ശ്രദ്ധിച്ച് ആ ഒരു പോർഷനിൽ മാത്രം കളർ ഇടാനായിട്ട് അവർ ട്രൈ ചെയ്യും മാക്സിമം. അല്ലാതെ കളർ ചെയ്യുമ്പോൾ എപ്പോഴും ഔട്ട് സൈഡിലേക്ക് പോകും. അപ്പൊ എപ്പോഴും അത് നമുക്ക് ഫിനിഷിലേക്ക് ചെയ്യിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറിയ ചെറിയ സർക്കിൾസ് കൊടുക്കുക, സ്ക്വയർ കൊടുക്കുക, റെക്റ്റാങ്കിൾ ഒക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ ഷേപ്പ് ഒക്കെ കൊടുത്തിട്ട് അവരെ പ്രാക്ടീസ് ചെയ്യിക്കുക. കളർ ചെയ്യാനായിട്ട് പുറത്തു പോകാതെ കളർ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുക. അത് കഴിയുമ്പോൾ പിക്ചേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതൊക്കെ എളുപ്പമാണല്ലോ. നമുക്കാണെങ്കിലും ഒന്ന് വരച്ചുകൊണ്ടൊക്കെ പോകാനായിട്ട് സർക്കിളും സ്ക്വയറും റെക്റ്റാങ്കിൾ ഒക്കെ ആകുമ്പോൾ, ട്രയാങ്കിൾ ഒക്കെ ആകുമ്പോൾ എളുപ്പമായിരിക്കുമല്ലോ. കൈറ്റിന്റെ ഷേപ്പ് ഒക്കെ ആകുമ്പോൾ എളുപ്പമായിരിക്കും. അത് പറയുന്നത് സ്മോൾ ഡീറ്റെയിൽസ് ഉള്ളത് ആദ്യം കൊടുക്കാതെ വലിയ വലിയ ഇതുപോലുള്ള ഷേപ്സ് കൊടുത്ത് അത് കളർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള പിക്ചേഴ്സ് കൊടുക്കാം. അതൊക്കെ ചെയ്യാം, അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഓഡ് വൺ കണ്ടുപിടിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും ഒരു കുട്ടിക്ക് ഡൈജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കണം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഓഡ് വൺ ഇതൊക്കെ കുട്ടി ഒബ്സർവ് ചെയ്യുന്ന കാര്യമായിരിക്കും. വാഷ്റൂമിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് അതിനറിയാം. അപ്പോൾ അതിൽ ഓഡ് വൺ എന്ന് പറയുന്നത് വാഷ്റൂമിൽ നോട്ട്ബുക്ക് വെക്കില്ലല്ലോ. അതൊക്കെ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് വേണമെങ്കിൽ കളർഫുൾ ആയിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ വെറുതെ വരച്ചിട്ടെന്നേ ഉള്ളൂ. പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്യാം, വരയ്ക്കാൻ പറ്റുന്നവർക്ക് വരയ്ക്കാം. പിന്നെ നോർമൽ ആൽഫബറ്റ്സിനും ഡിജിറ്റ്സിനും കളർ കൊടുക്കുക, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അപ്പൊ ആൽഫബറ്റ്സ് ഞാൻ ചെയ്തത് ഈ നമുക്കൊരു സ്റ്റെൻസിൽ പോലെ വാങ്ങാൻ കിട്ടില്ലേ ആൽഫബറ്റ്സിന്റെയും നമ്പേഴ്സിന്റെയും, അത് വെച്ച് ട്രേസ് കൊടുത്തിട്ടാണ് കളറിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് കേട്ടോ. നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിൽ എഴുതാം. എനിക്ക് തോന്നുന്നു എഴുതുന്നത് കുറച്ചുകൂടെ നീറ്റ് ആയിരിക്കും തോന്നുന്നു. എനിക്ക് സ്റ്റെൻസിൽ വെച്ചപ്പോൾ എനിക്ക് അത്ര നീറ്റ് ആയിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ ഡിജിറ്റ്സും നമ്മൾ വൺസ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു ആക്ടിവിറ്റി കളറിങ് കൊടുക്കുമ്പോൾ അവർ ആ ഡിജിറ്റ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സിലൂടെയുള്ള ഒരു ട്രേസിംഗ് ആണല്ലോ നടക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ഷോ ദ വേ. ഇതെല്ലാവർക്കും അറിയാൻ പറ്റും. ഇതും അവർക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയിൽ. ഇപ്പൊ ഒരു പപ്പീനെ അതിന്റെ കെടലിന്റെ അടുത്തെത്തിക്കാനാണ് ഞാൻ വരച്ചത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ ഇത് വരച്ചിട്ട് ഒരെണ്ണം മാത്രം ഓപ്പൺ ആക്കി വെച്ചു, മറ്റത് അവിടെ ബ്ലോക്ക് ചെയ്തു. അപ്പൊ ഒറ്റ വഴിയേ അവിടെ വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ചെയ്യുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവും. ഇത് തന്നെ കുട്ടിക്ക് സ്കൂളിലെത്തുന്നത് അല്ലെങ്കിൽ കുട്ടിക്ക് വീട്ടിലെത്തുന്നത്, അങ്ങനെ പല ഇതുണ്ടല്ലോ. ഒരു കിളികൾക്ക് കിളിയുടെ നെസ്റ്റിലെത്തുന്ന വഴി, അങ്ങനെ ഓരോന്നും നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ആൽഫബറ്റ്സും ഡിജിറ്റ്സും റിവേഴ്സ് കളറിങ് ഞാൻ രണ്ടും കൂടെ ഒറ്റ പേജിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് മുഴുവനും ബ്ലാക്ക് കൊടുത്തു. അപ്പൊ കുട്ടികൾ അത് ട്രേസ് ചെയ്യാനായിട്ടൊരു പഠിക്കും. ഇന്നത്തെ യൂസിങ് സ്കെച്ച് പെൻ ആണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. ഞാൻ എഴുതിയിട്ടുള്ളത്. പക്ഷെ സ്കെച്ച് പെൻ കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കളർ പെൻസിൽസും അതുപോലെ തന്നെ ക്രയോൺസും ആണ് ഇനീഷ്യലി നല്ലത്. സ്കെച്ച് പെൻ ആകുമ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ വരും മറ്റേ ക്രയോണും കളർ പെൻസിലും വെച്ച് നോക്കുമ്പോൾ.
അതും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പല രീതിയിലുള്ള പെന്നും ക്രയോൺസും യൂസ് ചെയ്യുമ്പോൾ ഇവരുടെ ഈ 3 വിരൽസ് ആണല്ലോ യൂസ് ചെയ്യുന്നത് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ മൂവ്മെന്റ് നല്ല രീതിയിൽ തന്നെ നടക്കും. പിന്നെ കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കുക. ഒറിജിനൽ ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടാകും, അതുമായിട്ട് മാച്ച് ആകാൻ പറ്റുന്ന രീതിയിൽ പല ഷാഡോസ് കൊടുക്കും. ഞാൻ ഇവിടെ വരച്ചിരുന്നത് ഒരു കൈറ്റ് ആണ്. താഴെ 3 ഷാഡോ ഉണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ആ കൈറ്റിന്റെ ഷാഡോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ടോപ്പിലും ബോട്ടത്തിലും കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. താഴെയുള്ള 3 എണ്ണത്തിലെ ഒരു പാർട്ട് മുകളിലുള്ള ഒരു പിക്ചറിന്റെ പാർട്ടാണ്. അത് കണ്ടുപിടിക്കും. 3ഓ 4ഓ കൊടുക്കാം, 4ഓ 5ഓ ഒക്കെ കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് പോലെ മുകളിലുള്ള എല്ലാ പിക്ചേഴ്സിന്റെയും പാർട്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് ഓർഡറിലല്ലാതെ കൊടുത്തിട്ട് കറക്റ്റ് വൺ നോക്കി അങ്ങനെയും മാച്ച് ചെയ്യാം. ഇപ്പൊ ഒരെണ്ണേ കൊടുത്തിട്ടുള്ളത് അല്ലാതെ എല്ലാത്തിന്റെയും പാർട്സ് കൊടുത്ത് മാച്ച് ചെയ്യാം. ഫിഷിന്റെ ആണെങ്കിൽ വാലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ ഓരോ ബേർഡിന്റെ ഇപ്പം കുട്ടികൾ കോമൺ ആയിട്ട് അവരുടെ ചുറ്റുപാടും കാണുന്നുണ്ടാവുമല്ലോ. ഇപ്പോ ഹെൻ അല്ലെങ്കിൽ ക്രോ, ഡക്ക്, അതിന്റെയൊക്കെ അവർ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കാല് മനസ്സിലാകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതിപ്പോ ബേർഡ്സ് തന്നെ ആവണമെന്നില്ല, അനിമൽസിന്റെ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ആരോ ചോദിച്ചു എന്നോട് മാച്ച് ദ ഫോളോയിങ് ഇങ്ങനെ ചെയ്യുമ്പോ ഇപ്പൊ മദർ അനിമലിനെ വെച്ചിട്ട് കിഡ്സ് ബേബീസിനെ താഴെ വെച്ച് അങ്ങനെ മാച്ച് ചെയ്യട്ടെ ഒക്കെ ചെയ്യാൻ. പിന്നെ പ്ലാന്റ്സ് വെച്ചിട്ട് അതിന്റെ ഫ്ലവേഴ്സ് അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിൽ നോക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് ഓരോന്ന് ചെയ്തു വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. നെക്സ്റ്റ് വൺ ഒരു ഇത് നമ്മൾ പണ്ടത്തെ നമ്മുടെ ബാലരമയിലും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു പിക്ചർ അതിനെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സെയിം തന്നെ വലിയൊരു ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സെയിം പിക്ചറിനെ ഒന്ന് എൻലാർജ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ പാർട്സിൽ വരുന്ന പോർഷൻസ് നോക്കി അതിനനുസരിച്ച് അവർ വരയ്ക്കും. അപ്പൊ ഇതുപോലുള്ള പിക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈസി ആയിരിക്കും. പിന്നെ ഒരു പിക്ചർ തന്നിട്ടുണ്ടാവും, കളർ ഒന്നും ചെയ്തിട്ടില്ല. ആ പിക്ചറിൽ ഓരോ നമ്പർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ഓരോ നമ്പറിന്റെ നേരെ ഒരു കളർ പറഞ്ഞിട്ടുണ്ടാവും. ആ നമ്പറിൽ ആ കളേഴ്സ് ഉണ്ടോ, ആ കളേഴ്സ് ആ നമ്പറിന്റെ അവിടെ ഏത് കളറാ പറഞ്ഞിരിക്കുന്നത്, ആ നമ്പർ പിക്ചറിന്റെ ഏത് പാർട്സിലാണ് വന്നിരിക്കുന്നത് അതിനനുസരിച്ച് കളർ ചെയ്യാം. രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ ഒരുപോലെ തോന്നും, പക്ഷെ അവ തമ്മിൽ 4 ഡിഫറൻസസ് ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഡിഫറൻസസ് കണ്ടുപിടിക്കും. നോക്കിയാൽ കാണാൻ പറ്റും. വാലും കണ്ണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. ഒക്കെ നമ്മൾ ബാലരമ അങ്ങനെയുള്ള കളിക്കുടുക്ക, മാജിക് പോട്ട് അതിലൊക്കെ കാണുന്നതല്ലേ. ഡോട്ട്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് എഴുതാം. കളർ കൊടുക്കുക എന്നും കൂടെ എഴുതുക. പിന്നെ നമ്പേഴ്സിന് പകരം നമുക്ക് ആൽഫബറ്റ്സും കൊടുക്കാം. ഇപ്പൊ നമ്പർ ഫെമിലറൈസ്ഡും ആൽഫബറ്റ്സ് മനസ്സിലായിട്ടുള്ള കുട്ടികളാകുമ്പോൾ അവർക്ക് അത് ഒരു ആക്ടിവിറ്റി ആണല്ലോ. അവർ പഠിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അവർ ജോയിൻ ചെയ്യിക്കുമ്പോൾ. മാമ നമ്പേഴ്സ് ജോയിൻ ചെയ്തുള്ള ഒന്നുകൂടി കാണിക്കാമോ ആ പിക്ചർ? നിങ്ങൾക്ക് ഏത് പിക്ചർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് എളുപ്പത്തിനുള്ളതൊക്കെ ഞാനൊന്ന് വരച്ചോന്നേ. ഒരു ദീപം അങ്ങനത്തെ. ഓക്കെ, നെക്സ്റ്റ് വൺ കുറച്ച് മുമ്പ് പറഞ്ഞ പോലത്തെ മാച്ച് ദ ഫോളോയിങ് ആണ്. ഹോം അപ്ലയൻസസ് ആണ്. അപ്പൊ അതുമായിട്ട് മാച്ച് ആവുന്നത് എന്റെ കുട്ടികൾ അത് ജോയിൻ ചെയ്ത് വെച്ചേക്കണത്. നമ്മൾ ശരിക്കും കുട്ടികളെ കൊണ്ട് റെക്കോർഡിൽ ആൻസർ ഒന്നും ചെയ്യിക്കേണ്ടതല്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് 3 അല്ല അതിൽ കൂടുതൽ പിക്ചേഴ്സ് കളക്ട് ചെയ്ത് അങ്ങനെയും ചെയ്യാം.
പിന്നെ ഒരു പിക്ചർ തന്നിട്ട് കുറെ പിക്ചർ തന്നിട്ടുണ്ടാവും. ആ പിക്ചറിനനുസരിച്ച് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ. അതിപ്പോ എഴുതാൻ പറ്റുന്ന ഏജ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ എഴുതിപ്പിക്കാം. സെന്റൻസ് മേക്കിംഗ് ഒക്കെ ആയി ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയിട്ടുള്ളവരെ അങ്ങനെ ചെയ്യിക്കാം. അതല്ല അല്ലാത്ത കുട്ടികളെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം. മിക്സിംഗ് ലെറ്റർ പറഞ്ഞില്ലല്ലോ. ഉള്ളായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അവർക്ക് ഫെമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വേർഡ്, ഇപ്പൊ ഒന്ന് തന്നെ വേണമെന്നില്ല, നമുക്ക് കുറേ അങ്ങനെ ഒരു എഴുതിക്കൊണ്ട് പോകാം. എഴുതിക്കൊണ്ട് പോയിട്ട് അത് ഫില്ല് ചെയ്യിക്കാം. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതൊന്നും കൂടി കാണിച്ചേ മാം, മനസ്സിലായില്ല അത്. ലെറ്റർ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ കുറേ ഇങ്ങനെ എഴുതി പോയി ഒരു കുട്ടി എഴുതി കഴിയുമ്പോഴേക്കും അത് വേസ്റ്റ് ആയി പോകില്ലേ. അതിന് പകരം കേട്ടോ ചെയ്യാൻ പറ്റുന്നത് ആ മിസ്സിംഗ് ആയിട്ട്, അതായത് ഇതിന്റെ മുകളില് നമ്മളൊരു പേപ്പറിൽ, ചെറിയൊരു പീസ് പേപ്പറിൽ, അത്രത്തോളം ആ പേപ്പർ വേണ്ടി വരും പറയാം. അത് ഈ ഒരു സ്കെയിലിന്റെ ഒരു വീതിയില്ലേ, ഇത്രയും വരുന്ന രീതിയിൽ ചെറിയ പേപ്പർ നമ്മൾ കട്ട് ചെയ്യാം. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ വീട്ടിൽ കുറെ കാർഡ്ബോർഡ് പീസസ് ഒക്കെ കിട്ടൂലേ. അപ്പൊ ആ പേപ്പറിനെ, A4 പേപ്പറിനെ ആ കാർഡ്ബോർഡ് പീസിൽ നല്ല സെക്യൂർ ആക്കാൻ വേണ്ടി കീറി പോകുമല്ലോ, അല്ലെങ്കിൽ കുട്ടികളുടെ കൈ കൊടുക്കുമ്പോൾ അത് കട്ടി വേണമല്ലോ, അതിലൊട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ എന്താണ് ഇപ്പൊ ഓറഞ്ച് എന്നാണ് ഉദ്ദേശിച്ചത് അല്ലെ. അപ്പൊ ഓറഞ്ച് എന്നുള്ളത് എഴുതിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ എഴുതാതെ വെക്കുക. ഞാനിവിടെ ORANG അവിടെ ഡാഷ് ഇട്ടിട്ട് എന്ന് എഴുതിയിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മുകളില് സെലോ ടേപ്പ് ഇല്ലേ, സെലോ ടേപ്പ് ഒട്ടിക്കുക. എന്നിട്ട് മാർക്കർ പെൻ കൊണ്ടുപോവുക. ബ്ലാക്ക് കളറിലെ മാർക്കർ പെൻ കൊണ്ടുപോയിട്ട് ഈ ഒരു കുട്ടിയെ വിളിച്ചിട്ട് മിസ്സിംഗ് ആയത് നമ്മൾ എഴുതിക്കുക. അപ്പൊ ആ ടേപ്പിന്റെ മുകളിലായിരിക്കും കുട്ടി എഴുതുന്നത്. നമ്മളത് വൈപ്പ് ചെയ്ത് കളയുക. അടുത്ത കുട്ടിയെ വിളിക്കാം. ഒരേ കാർഡ് തന്നെ നമുക്ക് കുറെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു കുട്ടി എഴുതി കഴിയുമ്പോൾ നമ്മൾ അത് കളയുമല്ലേ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് തന്നെ നമ്പേഴ്സ്, മിസ്സിംഗ് നമ്പേഴ്സ്, നമ്മൾ 1 2 3, ഇപ്പൊ 4ന്റെ അവിടെ ഡാഷ് ഇട്ടിട്ട് 5 6 മിസ്സിംഗ് നമ്പേഴ്സ് ഫില്ല് ചെയ്യാം. ആൽഫബറ്റ്സ്, ചുമ്മാ ആൽഫബറ്റ്സും അങ്ങനെ തന്നെ. അപ്പൊ അതൊക്കെ ഇനീഷ്യലി പഠിക്കുന്ന ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ അങ്ങനെയൊന്ന് ചെയ്യാം. അതിന് നമുക്ക് കുറച്ച് പേപ്പറും അതുപോലെ തന്നെ ഈ കാർഡ്ബോർഡ് പീസസ്, പിന്നെ സെലോ ടേപ്പ്, വീതിയുള്ള രീതിയിലും സെലോ ടേപ്പ് കിട്ടും അല്ലെ. അത് നീറ്റായിട്ട് അത് ഒട്ടിച്ചാൽ മതി. ആ സെലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ പേപ്പർ ചുളുങ്ങി പോകരുത്. അപ്പൊ കാർഡ്ബോർഡിലോ നമ്മൾ ഈ പേപ്പർ ഒട്ടിച്ച് സെക്യൂർ ആക്കിയതിന് ശേഷം വേണം സെലോ ടേപ്പ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സെലോ ടേപ്പ് കിട്ടും, അങ്ങനത്തെ ടേപ്പ് വേണം അത് ഒട്ടിക്കാനായിട്ട്. കാരണം കാണണം ആ വേർഡ്സ്. അതാവുമ്പോ എല്ലാം. അല്ല മാം, കാർഡ്ബോർഡിൽ ഒട്ടിച്ചിട്ട് റെക്കോർഡിൽ ഒട്ടിക്കണോ? അല്ല, റെക്കോർഡിൽ ഒട്ടിക്കണ്ട. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ റെക്കോർഡിൽ ഇങ്ങനെ എഴുതിയാൽ മതി. നിങ്ങളൊരു സ്കൂളിൽ പോകുമ്പോ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പോകുമ്പോ ഇതുപോലുള്ള വേർഡ്സ് ഇങ്ങനെ എഴുതി കൊണ്ടുപോകാം. അപ്പൊ നമുക്കത് കുറേ ഉപയോഗിക്കാം. ഇത് നാശമായി പോകില്ലല്ലോ. മാച്ചങ്ങ് കളഞ്ഞാൽ മതിയല്ലോ. ഒരു ക്ലോത്ത് ഒരു സൈഡിൽ, ഇപ്പൊ ഇത് നമ്മുടെ പഴയ സോക്സ് ഒക്കെ ആവുമ്പോ നല്ല നീറ്റായിട്ട് അത് വൈപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലൊന്നും ചെയ്യാറില്ല. നെക്സ്റ്റ് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിന് പറ്റിയൊരു പിക്ചർ കളക്ട് ചെയ്യുക. ഇത് കുട്ടി റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. കുട്ടി കാണുന്നതാണല്ലോ അല്ലെ, വീട്ടില് പോസ്റ്റ്മാൻ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി കാണുന്നത്. അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ളത്, ടീച്ചറും കുട്ടിയും തമ്മിലുള്ളത്, അമ്മയും കുട്ടിയും തമ്മിലുള്ളത് അല്ലെ, ഗ്രാൻഡ് പാരന്റ്സും കുട്ടിയും തമ്മിലുള്ളത്, അങ്ങനെ രീതിയിൽ കോൺവെർസേഷൻ, അത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് എന്തായിരിക്കും അവർ സംസാരിക്കുന്നതെന്ന് പറയിപ്പിക്കും. അപ്പൊ അത് റിയാലിറ്റിയുമായിട്ടൊരു കണക്ഷനാണ്. പുറത്തുള്ള കുട്ടി കാണുന്നതാ, ചുറ്റും കാണുന്ന പല കാര്യങ്ങളാണ് അല്ലെ. അടുത്ത ഫൈൻഡ് ഔട്ട് ദ ഹൈഡിങ് ക്രീച്ചർ. ഈ ഹൈഡിങ് ക്രീച്ചറിന് പകരം ഹൈഡിങ് ബേർഡ് എന്നോ ഹൈഡിങ് അനിമൽസ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഹൈഡിങ് ഒബ്ജക്ട്സ് എന്നോ ആക്കാം. ചിലപ്പോ ക്രീച്ചർ മാത്രമല്ല, ഇപ്പൊ നമ്മളുടെ ഒരു ഗാർഡനില് ഒരു ടോയ് കിടക്കുന്നു, അപ്പൊ ആ ഹൈഡിങ് ഒബ്ജക്ട്, അങ്ങനെ എന്താണോ നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ക്വസ്റ്റിന്റെ രീതി ഒന്ന് മാറ്റിയാൽ മതി. ഞാനിവിടെ അത് വരയ്ക്കുകയാണ് ചെയ്തത്. ഒരു പുല്ലിന്റെ ഇതില് ഒരു ബട്ടർഫ്ലൈ, അതായിരുന്നു എനിക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. പെട്ടെന്ന് മനസ്സിലാവും. കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള പിക്ചർ ആണെങ്കിൽ പെട്ടെന്ന് അത് മനസ്സിലാവില്ലേ എനിക്ക്.
ഫൈൻഡ് ഔട്ട് ദി ഹൈഡിങ് ആനിമൽസ്. ഈ രീതിയിൽ വേർഡ്സ് അവരുടെ അത് എഴുതിയിട്ട് അതിൽ ഓരോ അനിമൽസ് ഉണ്ട് അത് കണ്ടുപിടിക്കുക. ഫസ്റ്റ് വണ്ണിൽ നോക്കിയാൽ കാണാം. പിന്നെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളാകുമ്പോൾ ജംപ് ചെയ്തിട്ട് കൊടുക്കരുത് വേർഡ്സ്. ആ വരുന്ന അനിമൽസ് അല്ലെങ്കിൽ എന്താണോ കണ്ടുപിടിക്കുന്നത് അത് അടുത്ത് തന്നെ ഉണ്ടാവണം. അല്ലാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് സി ഒരു ഭാഗത്ത്, ഓ ഒരു ഭാഗത്ത്, ഡബ്ല്യു വേറൊരു ഭാഗത്ത്, ആ രീതിയിൽ അവരായിട്ടില്ല. അത് കുറച്ചുകൂടെ വലിയ ക്ലാസ്സിലാവുമ്പോൾ നമുക്കത് ചെയ്യിക്കാം. അതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ എയ്റോപ്ലെയിൻ അല്ലെ, അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് നമുക്കറിയാം. അപ്പൊ സ്പെല്ലിംഗ് ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച ഒറ്റ വാക്ക് തന്നെ ഒരു വേർഡ് തന്നെ നമ്മൾ ലെറ്റേഴ്സ് ജംപിൾ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് അത് അങ്ങനെ ചെയ്യുക. അതിനകത്ത് എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഇതിപ്പോ ഇതിനകത്ത് ഓരോരോ അനിമൽസ് ആയിട്ട് ഓരോ ബോക്സിലുള്ള വേർഡ്സിൽ ഉണ്ട്. ഓക്സ്, യാക്ക്, ഡീർ, അങ്ങനെ രീതിയിൽ പോകും. അത്രേ ഉള്ളൂ ആക്ടിവിറ്റീസ്. ഇത് എന്നിട്ടും എനിക്ക് പേജസ് കുറേ ഉണ്ടായിരുന്നു. ലെഫ്റ്റും കൂടെ യൂസ് ചെയ്യുമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എഴുതി വെക്കാമായിരുന്നു. അപ്പൊ അത് നിങ്ങളും അതുപോലെ തന്നെ ഒന്ന് നോക്കൂ. അതിപ്പോ നമ്മുടെ വൈബ് കഴിഞ്ഞ കോഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും കൂടുതൽ എന്തെങ്കിലും ഐഡിയാസ് കിട്ടുമ്പോൾ ആ റെക്കോർഡിലേക്ക് ചേർത്ത് എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ റെക്കോർഡ് റൈറ്റിംഗ് ഡീറ്റെയിൽസ്. സംശയമൊന്നുമില്ലല്ലോ? നമ്മുടെ ക്ലാസിന്റെ ഭാഗങ്ങൾ എവിടെ വരെയായി? ഹെൽത്ത് ആൻഡ് ഹൈജീൻ. മാം, ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ വരെ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഷെയർ ചെയ്യട്ടോ. നമ്മൾ സ്കോപ്പ് പറഞ്ഞു, പിന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അതൊക്കെ കഴിഞ്ഞോ? ഇല്ല മാം, സ്കോപ്പ് ആണ്. ഓക്കെ. റോൾസ് മാം എടുത്തിട്ടുണ്ട്. 6 കഴിഞ്ഞു മാം. പേജ് നമ്പർ 7 ഇനി എടുക്കാനുള്ളത്. അതായത് സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ 6 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ചെയ്തു മാം. അടുത്ത പേജാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലെ, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അത് മിസ് എടുത്തു. ഹെൽത്ത് എഡ്യൂക്കേഷൻ എടുത്തു. ആണോ? ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ അതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസൈഡ് ദ സ്കൂൾ ഔട്ട്സൈഡ് ദ സ്കൂൾ എടുത്തിരുന്നോ? ഇല്ല, അത് എടുത്തിട്ടില്ല. എടുത്തിട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്. ഇല്ല, അന്ന് റെക്കോർഡ് പറയുകയില്ല ചെയ്തത്. അതുകൊണ്ട് സ്കൂൾ മുതൽ എടുക്കാനുണ്ട്. അതെ, ഞാൻ പോയിന്റ്സ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് അവിടെ വരെ പറഞ്ഞുള്ളൂ മാം. 6 പോയിന്റ് വരെ പറഞ്ഞോളൂ മിസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല, നമ്മുടെ വീടിന്റെ ഏരിയയിൽ എന്തായാലും അംഗൻവാടികൾ ഉണ്ടാവും അല്ലെ അടുത്തൊക്കെ. നമ്മൾ ഈ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ കുറേ കാര്യങ്ങൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കി. അപ്പോ ഈ അംഗൻവാടികളില് കുട്ടികളും ഉണ്ടാവും, അവരുടെ പാരന്റ്സും ഉണ്ടായിരിക്കും. അംഗൻവാടി ടീച്ചറുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ ചെല്ലുക, സംസാരിക്കുക. ഞാനിങ്ങനെ പഠിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ ക്ലാസ് പോലെ എടുത്തു തരാം. അവരെ സംബന്ധിച്ച് പുറത്തുനിന്ന് ഒരാളെ ക്ലാസ്സിന് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കണം. പലപ്പോഴും ഫണ്ട് ഇൻസഫിഷ്യന്റ് ആകുമ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ അവർ പല രീതിയിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. ചിലരത് സമ്മതിക്കും, ചിലര് പക്ഷെ ചിലപ്പോ സമ്മതിച്ചൊന്നും വരില്ല. എന്നാലും യു ക്യാൻ ട്രൈ.
അങ്ങനെ നമ്മുടെ പല ബാച്ചിലെ കുട്ടികളും അംഗൻവാടിയിൽ പോയി ക്ലാസ്സസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ചാർട്ടൊക്കെ കൊണ്ടുപോയി അങ്ങനെ, പിന്നെ വെജിറ്റബിൾസ് കഴിക്കണതിന്റെ ഇമ്പോർട്ടൻസ്, ഭക്ഷണം എങ്ങനെ കഴിക്കണം, എങ്ങനെ ഹൈജീൻ ആയിരിക്കണം, കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ബോഡി ലാംഗ്വേജ് മാറണം. പാരന്റ്സിന് ഒരു അവയർനെസ്സും കൊടുക്കാം, കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ ഹെൽത്തിന്റെ കാര്യത്തിൽ. അമ്മമാര് പതുക്കെ ചിലപ്പോ എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സെൽഫ് എന്നുള്ളത് അവർ മറന്നുപോകും, പലപ്പോഴും അവർ വിട്ടുപോകും. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. നമുക്കതൊരു നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, പല കാര്യങ്ങളും. അപ്പൊ സ്കൂളിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ പലതും പറഞ്ഞത്. സ്കൂളിലെ കുട്ടികൾ എങ്ങനെ ശ്രദ്ധിക്കണം, സ്കൂളിൽ നിന്ന് എന്തെല്ലാം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം, സ്കൂളിലെ ഹെൽത്ത് ചെക്കപ്സ് ഒക്കെ നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കുട്ടികളിൽ പൊതുവെ പ്യുവർ ഓറൽ ഹൈജീൻ ആയിരിക്കും, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ ഐ ചെക്കപ്പ് മിക്കവാറും സ്കൂളുകളിൽ നടത്താറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്പെക്സ് ചിലപ്പോൾ വെക്കേണ്ട കുട്ടികൾക്ക് അങ്ങനെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചില എക്സസൈസുകളൊന്നും കൊണ്ട് കണ്ണിലെ ആ ഫോക്കസിങ് അതൊക്കെ ശരിയാക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നല്ലൊരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഈ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കൺസേൺ ഡോക്ടറിൽ നിന്ന് കിട്ടും. പിന്നെ മെന്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും പ്രൊമോട്ട് ചെയ്യാം. നമ്മൾ ഇതുവരെയും അല്ലാതെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെയായിരുന്നു പറഞ്ഞത്. കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസിനെ പലപ്പോഴും കുട്ടികൾക്ക് എന്നല്ല ആർക്കും പലപ്പോഴും കൺട്രോൾ ചെയ്യാനും അത് ബാലൻസ് ചെയ്യാനും പറ്റാതെ അവർ സ്ട്രഗിൾ ചെയ്യേണ്ട സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് വളരെ നെസസറി ആണ് സ്കൂളുകളിൽ. അപ്പൊ അങ്ങനെ ഒരു കുട്ടി ഫിസിക്കലി ഫിറ്റ് ആക്കാം, അതുപോലെ തന്നെ മെന്റലി ആൻഡ് ഇമോഷണൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ദേഷ്യവും വരാം, അമിത ആഹ്ലാദവും, അത് രണ്ടും ബാലൻസ് ചെയ്യാനായിട്ട് പറ്റണം. ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്ന ചില കുട്ടികൾ ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അഗ്രസീവ് നേച്ചർ ആയിരിക്കും, വയലന്റ് ആയിരിക്കും, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും. ചിലർ ഇതുപോലെ തന്നെ ഭയങ്കര ഗ്ലൂമി ആയിട്ട് ലെഗസി ആയിട്ട് അങ്ങനത്തെ കുട്ടികളുണ്ടാകും അല്ലെ. അപ്പൊ അത് മേ ബി അവരുടെ എന്തെങ്കിലും ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും. അവരെന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ആ ഒരു എൻവയോൺമെന്റിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രഷർ കൊണ്ടോ സ്ട്രെസ് കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് അഡ്രസ് ചെയ്ത് അതെന്താണ് അതിന്റെ സൊല്യൂഷൻ അത് ചെയ്യാം. അപ്പൊ പാരന്റ്സുമായിട്ട് സംസാരിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ ഒരു രീതിയിൽ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് അവര് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് വേണ്ടുന്ന സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. കൊച്ചുകുട്ടികളോട് നമുക്ക് അത് നിങ്ങൾ തന്നെ ചെയ്യണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടുന്ന സപ്പോർട്ട് അവരെന്താണ് അവരുടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കി അത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സിവിക് റെസ്പോൺസിബിലിറ്റി കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലാണ്. വി ആർ ടേക്കിംഗ് ഓൾ ദ റിസോഴ്സസ് ഫ്രം അവർ നേച്ചർ. നമ്മൾ എല്ലാ റിസോഴ്സസും നമ്മൾ എടുക്കുന്നുണ്ട്. തിരിച്ച് എന്താണ് ഒരു സോഷ്യൽ കോൺട്രിബ്യൂഷൻ, തിരിച്ച് ആ സൊസൈറ്റിയിലേക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ അത് മാത്രമല്ല, പലപ്പോഴും നീഡി സഫറിങ് ആയിട്ടുള്ള പീപ്പിൾ നമ്മളുടെ ചുറ്റുപാടുണ്ടാവും. അവരെ സപ്പോർട്ട് ചെയ്യാം. സ്കൂളുകളിലൊക്കെ പല പല ആക്ടിവിറ്റീസ് ഉണ്ടാവാറുണ്ടല്ലേ. അതായത് കുട്ടികളെ കൊണ്ട് ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുന്നു, അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് സർവീസ് പോലെയൊക്കെ ചെയ്യിക്കുന്നു. അങ്ങനെ രീതിയിലുള്ള പല ആക്ടിവിറ്റീസും ഉണ്ടാകാറുണ്ട് സ്കൂളുകളിലൊക്കെ. അങ്ങനെയാകുമ്പോൾ അങ്ങനെ ഓരോരുത്തരും ബുദ്ധിമുട്ടുന്നത് മനസ്സിലാക്കുന്നു, അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ കാര്യങ്ങളെല്ലാം ആ ഒരു ഏജിൽ തന്നെ അവർക്ക് വരും. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ആ സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവരിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നു. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ക്രൈംസ് അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ നമ്മുടെ പരിസരം വൃത്തികേടാക്കുന്ന രീതിയിൽ സ്പിറ്റിംഗ് എനിവേർ അവിടെ ഇവിടെയൊക്കെ കുപ്പിയിടുക അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. സ്നീസിങ്, കഫിങ് ഓൺ ദ ഫേസസ് ഓഫ് അതേഴ്സ്, അങ്ങനത്തെ അതെല്ലാം ബാഡ് ഹാബിറ്റ്സ് ആണ്. നമ്മളൊരു സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആണ്, ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്, നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള രീതിയിലുള്ള അവയർനെസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാം. നെക്സ്റ്റ്, ഇൻസൈഡ് ദ സ്കൂൾ, സ്കൂളിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് വേണം, എന്തെല്ലാം അറേഞ്ച്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം കുട്ടികളെ നല്ല ഒരു രീതിയിൽ മുന്നോട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കി എന്തെല്ലാം കാര്യങ്ങൾ സ്കൂളിൽ ഉണ്ടാകണം, സ്കൂൾ അതിന് വേണ്ടുന്ന അറേഞ്ച്മെന്റ്സ് എന്തെല്ലാം ചെയ്യണം. ഇൻസൈഡ് ദ സ്കൂൾ അതാണ് നെക്സ്റ്റ്. We have 4 points. ആരാ അതൊന്ന് റീഡ് ചെയ്യാം? ഞാൻ വായിക്കാം മാം.
Inside the school, a school has to arrange activities in following areas and in manners given below. The school should be given situated in a place with a healthy atmosphere. Regular health inspections and maintenance of health records of students. The help of local authorities may also be utilized to form health programs in school. Provide first aid for the essential. It should be taken care of that students are getting clean and healthy food and drinks which are more natural. Thank you. സ്കൂളിൽ വേണ്ടുന്ന എല്ലാ അറേഞ്ച്മെന്റ്സും ഫെസിലിറ്റീസും, അതായത് സ്കൂള് നിൽക്കുന്ന സ്ഥലം വളരെ ഹെൽത്തി അറ്റ്മോസ്ഫിയറിലായിരിക്കണം. അല്ലാണ്ട് വളരെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിട്ടില്ലേ പലയിടത്തും ബോർഡ് വെച്ചിരിക്കുന്നത് സ്കൂൾ സോൺ ആണ്, അപ്പൊ ഇങ്ങനെ ടുബാക്കോ പ്രോഡക്ട്സ് ഒന്നും അതിന്റെ ഇത്ര ഏരിയയില് സെല് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ അവിടുന്ന് നീക്കം ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പിന്നെ റെഗുലർ ഹെൽത്ത് ഇൻസ്പെക്ഷനും അതിന്റെ മെയിൻ്റനൻസും. സ്കൂള് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളുടെ കയ്യിൽ നിന്ന് കുറെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ഏതെങ്കിലും രീതിയിലുള്ള അലർജി ഉണ്ടോ, പിന്നെ ഹൈറ്റ് എത്രയാണ്, വെയിറ്റ് എത്രയാണ്, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടോ, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അങ്ങനെ മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ടുള്ള അസുഖങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറെ ഡീറ്റെയിൽസ് വാങ്ങിച്ച് റെക്കോർഡ് ആക്കിയിട്ട് സ്റ്റുഡന്റ് റെക്കോർഡ്, ഹെൽത്ത് റെക്കോർഡ് എന്നുള്ള രീതിയിൽ സ്കൂള് കീപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റീസുമായിട്ട് ചേർന്ന് ഇപ്പോൾ ഗവൺമെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അല്ലാതെ ലോക്കൽ അതോറിറ്റീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അങ്ങനെയൊക്കെയുള്ള അവരുമായിട്ട് ചേർന്ന് പല പ്രോഗ്രാംസും ഹെൽത്ത് പ്രോഗ്രാംസും സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് എന്ത് തന്നെയായാലും സ്കൂളുകളിൽ മാത്രമല്ല നമ്മൾ വീട്ടിലും ഫസ്റ്റ് എയ്ഡിന്റെ ഒരു പ്രൊവിഷൻസ്, ആ ഒരു ഫെസിലിറ്റി, ഒരു കിറ്റ് നമ്മൾ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. പിന്നെ കുട്ടികൾക്ക് ക്ലീൻ ആൻഡ് ഹെൽത്തി ഫുഡ്, അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, അത് നാച്ചുറൽ ആയിട്ടുള്ളത്, ജങ്ക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളത് സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ നോൺ മീൽസ് ഒക്കെ ഉള്ളതുണ്ടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇനി അതല്ല കുട്ടികൾ കൊണ്ടുവരുമ്പോഴും ടീച്ചേഴ്സ് ശ്രദ്ധിക്കാറുണ്ട് അവർ നല്ല ഭക്ഷണം തന്നെയാണോ, ഇല്ലെങ്കിൽ പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഓക്കെ, നമ്മളുടെ ഒരു ടീച്ചിങ് പ്രാക്ടീസിന് ഒരു ട്രെയിനിങ് പോയ സമയത്ത് ആ ഒരു സ്കൂളില് 2 ബോയ്സ് വരുമായിരുന്നു. അതില് ഒരു കുട്ടി 2ാം ക്ലാസ്സിലും ഒരു മോൻ KG-ലോ അങ്ങനെ എന്തോ ചെറിയ ക്ലാസ്സിലാണ്. അപ്പൊ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ്, ഫിനാൻഷ്യലിയും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒട്ടും ശ്രദ്ധയില്ലാതെയാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. അതായത് ചെറിയ കുട്ടി മൂത്ത ചേട്ടന്റെ ഡ്രസ്സാണ് ഇടുന്നത്, പലപ്പോഴും ലൂസായിരിക്കും. പാന്റ് അവൻ ഓടുമ്പോൾ നടക്കുമ്പോ ഒക്കെ ഊർന്നു പോകും. പിന്നെ ശരിയായ രീതിയിൽ ഷൂവോ ചെരുപ്പുകളോ വിടാറില്ല. പിന്നെ വെള്ളം കൊടുത്തു വിടില്ല. ഫുഡ് ആണെങ്കിലും നല്ല രീതിയിലുള്ള ഭക്ഷണമൊന്നുമല്ല കൊടുത്തു വിടുന്നത്. പലതവണ സ്കൂളിൽ നിന്ന് കോള് ചെന്നു, പാരന്റ്സിനെ വിളിച്ചു പറഞ്ഞു അവര് വീണ്ടും കുട്ടിയെ ഇങ്ങനെ തന്നെയാണ് വിടുന്നത്. അപ്പൊ എന്നോട് ക്ലാസ്സിൽ ചോദിച്ചു എന്താ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു. നിങ്ങൾ ഒന്നും വേണ്ട, പാരന്റ്സിനോട് വിളിച്ചിട്ട് പറയാ ഇനി ശരിയായ രീതിയിൽ കുട്ടികളെ സ്കൂളിൽ വിടാതെയോ അല്ലെങ്കിൽ വെള്ളം കൊടുക്കാതെയോ നല്ല ഭക്ഷണം കൊടുക്കാതെയോ ആയിട്ട് വിടുവാണെങ്കിൽ ഞങ്ങൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിക്കുന്നെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ തുടങ്ങി കുട്ടിയെ നല്ല പോലെ നീറ്റായിട്ട് ഡ്രസ് ചെയ്ത്, അപ്പൊ അവർക്ക് അറിയില്ലഞ്ഞിട്ടില്ല, നീറ്റായിട്ട് ഡ്രസ് ചെയ്ത് വെള്ളത്തിന്റെ വാട്ടർ ബോട്ടിൽ കൊടുത്ത് നിറയെ നല്ലപോലെ ഭക്ഷണം നല്ല രീതിയിൽ കൊടുത്ത് പാരന്റ്സ് വിടാൻ തുടങ്ങി. അപ്പൊ അവർക്ക് അതാണ് ചില പാരന്റ്സ് അത്രയും ഡോൺ കെയർ ആകുന്നുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ. എന്തെങ്കിലും കാണിച്ചങ്ങ് വിട്ടാൽ മതി എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ചെയ്തു. അവർ എഡ്യൂക്കേറ്റഡുമാണ്, ജോലിക്ക് പോകുന്ന പാരന്റ്സും ആയിരുന്നു. എന്നിട്ടാണ് കുട്ടികളെ ഇങ്ങനെ ഒരു കെയർ ഇല്ലാതെ അവർ വിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന പാരന്റ്സും ഉണ്ട്. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് കിട്ടുന്ന ഭക്ഷണം എല്ലാം നല്ല ക്ലീൻ ആൻഡ് ഹെൽത്തി ഫുഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, ഔട്ട്സൈഡ് ദ സ്കൂൾ. We have 5 points. First 3 points ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം. ഞാൻ ചെയ്യാം. Outside the school, standard of living. If the standard of living of the society is high, the health and hygiene of the people can be untouched. It should be the corporation of the society and the government to raise the standard of living of the people. Sanitation and hygiene. Sanitation and hygiene of the city or village is very important. If the city is dirty and the premise of the school is not cleaned, children cannot escape falling prey to disease. Food and cloth.
Food provided to children should be healthy and clothes they put on should be neat and clean. Such children remain healthy at school. Clothes should be neither too tight or too loose. ഓക്കെ, ഔട്ട്സൈഡ് ദ സ്കൂൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മളിപ്പോ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ആ സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആണ്. അതായത് സൊസൈറ്റിയുടെ ആൾക്കാരെല്ലാം ചേർന്ന് അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് നല്ല രീതിയിൽ നടത്തുന്നു. അവിടെ ഔട്ട്സൈഡേഴ്സ് ലൈക്ക് ഇങ്ങനെ ഈ ഒരു ചിലർക്കൊക്കെ ഡ്രഗ്സ് അങ്ങനെയുള്ളതിന്റെ ഇതൊക്കെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ആളുകൾ നുഴഞ്ഞു കയറുമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആണെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ഹെൽത്ത് ആൻഡ് ഹൈജീനും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും. അൺടച്ച്ഡ്, നോട്ട് അഫക്റ്റഡ്, ഒന്നിനെയും അഫക്ട് ചെയ്യുന്നില്ല. ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഹൈ ലെവലിൽ തന്നെയായിരിക്കും. അപ്പൊ ഒരു സൊസൈറ്റിയുടെ ഒരു കോർപ്പറേഷൻ, അതുപോലെ സൊസൈറ്റിയുടെ ഗവൺമെന്റിന്റെ ഒരു കോർപ്പറേഷൻ ആണ് ഒരു ഏരിയയിൽ ജീവിക്കുന്നവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അതായത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമല്ലോ, കനാൽ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ അവർക്ക് നല്ല ക്ലീൻ വാട്ടർ പ്രൊവൈഡ് ചെയ്യുക, അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ എടുക്കാൻ അങ്ങനെ രീതിയിലുള്ള അതോറിറ്റീസ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുക, അങ്ങനെയെല്ലാം. അപ്പൊ ഗവൺമെന്റും ആ സൊസൈറ്റിയുമായിട്ടുള്ള കോർപ്പറേഷനിലൂടെയാണ് അങ്ങനെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പല സൊസൈറ്റിയും അങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആണെങ്കിൽ നമുക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആയിട്ടുള്ള ഒരു രാജ്യം തന്നെ, ഒരു കൺട്രി തന്നെയാകും അല്ലെ. നെക്സ്റ്റ്, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. സാനിറ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ കോവിഡ് സമയത്ത് അല്ലെ സാനിറ്റൈസ് ചെയ്യുന്ന രീതിയിൽ പല ഒരു വണ്ടി പേഷ്യന്റിനെ കൊണ്ടുപോയ ഒരു ആംബുലൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പേഷ്യന്റ് ചെന്ന ഒരു സ്ഥലമാണെങ്കിൽ, അങ്ങനെ ഇൻഫെക്റ്റഡ് ആയ ഒരു പ്ലേസ് ആണെങ്കിൽ അവിടെ സാനിറ്റൈസ് ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സിറ്റി ഓർ വില്ലേജിന്റെ സാനിറ്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മൾ ഹോസ്പിറ്റലുകളിൽ അവര് ഒരു പ്രൊസീജിയർ നടന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ ദിവസവും തന്നെ സാനിറ്റേഷൻ അവർ ചെയ്യാറുണ്ട് അല്ലെ. സിറ്റി ഡേർട്ടി ആണ്. അതുപോലെ തന്നെ സ്കൂളിന്റെ പ്രിമൈസസ്, സ്കൂളിന്റെ ഏരിയ, അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾക്ക് കാരണം അവർ ജീവിക്കുന്ന എല്ലായിടങ്ങളും, അവർ പോകുന്ന എല്ലായിടങ്ങളും ഇതുപോലെ ഡേർട്ടി ആണ്, അൺഹെൽത്തി കണ്ടീഷൻസ് ആണ്, അൺഹൈജീൻ ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ, കാരണം കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ പൊതുവെ കുറവാണല്ലോ. അവരിങ്ങനെ വലുതാവും തോറും അല്ലേ ഇമ്മ്യൂണിറ്റി പവർ വരുന്നത്. അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അനുസരിച്ചും അവർ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾക്ക് കാരണമാകും. നെക്സ്റ്റ്, ഫുഡ് ആൻഡ് ക്ലോത്ത്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, കുട്ടികൾക്ക് കറക്റ്റ് അവരുടെ അളവിലുള്ള ഡ്രസ്സ്, ദാറ്റ് മീൻസ് കൂടുതൽ ടൈറ്റും ആകരുത് ലൂസും ആകരുത്. അപ്പൊ ആ രീതിയിലുള്ള ക്ലോത്ത്സ് ഉണ്ടാകണം. അത് ഫുഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് ഹെൽത്തി ആയിരിക്കണം. ക്ലോത്ത്സ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. നെക്സ്റ്റ് 2 points, ഹൗസ് ആൻഡ് ഇന്റീരിയർ. ആരറിയില്ലേ? House. The location and plan of the house have a good role in keeping the health of the people in good ventilation and sunlight is necessary. Atmosphere should be neat and free from unhealthy conditions. Interior. The interior should be kept neat and clean for the children to be free from unhealthy situations. Thank you. സോ ദാറ്റ് ഇസ് ഔട്ട്സൈഡ് ദ സ്കൂൾ അല്ലെ. ഹൗസ് ഇന്റീരിയർ, വീട്ടിലെ ലൊക്കേഷൻ നല്ലൊരു ലൊക്കേഷനിലായിരിക്കണം. അതുപോലെ തന്നെ നല്ല വെന്റിലേഷനും സൺലൈറ്റും നെസസറി ആണ്. അറ്റ്മോസ്ഫിയർ ചുറ്റുപാടും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അൺഹെൽത്തി കണ്ടീഷനിൽ നിന്നും ഫ്രീ ആയിരിക്കണം. ഇന്റീരിയർ നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കണം. ഇതുപോലെ തന്നെ അൺഹെൽത്തി സിറ്റുവേഷൻസിൽ നിന്നും ഫ്രീ ആയിരിക്കണം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ടൈം ഒന്ന് ബ്രീഫ് ചെയ്യാൻ ആരാ ഉള്ളത്? Sign it on together with briefing. ഞാൻ പറയാം മാം. Today class topic summary, role of school in health education. Main topic is the role of school in promoting health education and hygiene. Inside the schools should be in clean and healthy environments. Regular health checks and proper maintenance of health records. Provide first aid, nutrition and natural food for students outside the school. High standard of living improves public health. Cleanliness in cities or villages is essential to avoid diseases. Healthy food and neat fitting clothes for children. Good housing conditions support children's
well-being. Schools play a key role in health education by promoting hygiene and well-being. Classrooms should be clean, well ventilated, and free from unhealthy conditions to support students' health. Thank you, ma'am. Okay. So സൈൻ ഔട്ട് ഉണ്ട് മാം. yes, please. Good morning to all. Today's class started with prayer by Jasmine. It was so peaceful prayer followed by sign-in by Mariama and then a wonderful thought by Tessie. Thank you Jasmine, Tessie and Mariama for starting our class energetically. I thank our beloved caring and frank teacher Jisha ma'am for providing us the valuable time and ideas to make each of us a successful teachers like her. And also I am utilizing this occasion to thank our beloved lovely Chechi to pave us the way to be confident in life and to motivate us to put up with any situations in life. It's me, Rashmi Aromal, signing out. Thank you and God bless you all. Thank you, ma'am. Okay, thank you so much. Try to do all the works. Please spare 30 minutes every day, or you can find out some time in the weekend, because some people are working. So for them, it is very difficult for them to adjust with the timing of the class, and it is they don't have much time to spare every day. So please try to make it out on the weekends. Okay, fine, and we'll see you next week. Thank you so much. Bye. Thank you, Thank you, ma'am. ma'am. Thank you, ma'am. Have a good day. Thank you, ma'am. Have a nice day.